തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവം സ്നേഹിക്കുന്നവർക്കായി സകലവും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. റോമർ 8:28. ജീവിതത്തിൽ നാം പലപ്പോഴും ചോദിക്കും, എന്തുകൊണ്ട് ഇതെനിക്ക് സംഭവിച്ചു? എന്നാൽ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നാം തിരിച്ചറിയുന്നത്, അത് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ എത്തില്ലായിരുന്നു എന്ന സത്യമാണ്. വിശ്വാസിയുടെ ജീവിതത്തിൽ യാദൃച്ഛികമില്ല, ദൈവത്തിന്റെ പദ്ധതിയാണ് എല്ലാം. ഗോഡ് റൈറ്റ് സ്ട്രെയിറ്റ് വിത്ത് ക്രൂക്കഡ് ലൈൻസ്. വളഞ്ഞ വരികളിലൂടെ ദൈവം നേരായി പദ്ധതി എഴുതുന്നു എന്ന് സെന്റ് അഗസ്റ്റിൻ പറഞ്ഞു. ഒന്ന്, ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ പദ്ധതികളെക്കാൾ മഹത്തരമാണ്. ഗോഡ്സ് പ്ലാൻ ഈസ് ഗ്രേറ്റർ ദാൻ അവർ പ്ലാൻ. യിരെമ്യാവിന്റെ പുസ്തകം 29:11. നിങ്ങൾക്കായി ഞാൻ നിരൂപിക്കുന്ന നിരൂപണങ്ങൾ എനിക്കറിയാം, അവ സമാധാനത്തിലുള്ളവയാണ്. ജോസഫ് സഹോദരന്മാർക്ക് ഒഴിവാക്കപ്പെട്ടവനായിരുന്നു. അത് നമുക്ക് ദുരന്തമായി തോന്നി, എന്നാൽ അതിലൂടെ ഒരു ജനത രക്ഷിക്കപ്പെട്ടു. ഉൽപ്പത്തി 50:20. നിങ്ങൾ എനിക്ക് ദോഷം വിചാരിച്ചു, ദൈവം അതിനെ നന്മയ്ക്കായി മാറ്റി. നാം നഷ്ടമെന്ന് കരുതുന്നതിനെ ദൈവം അനുഗ്രഹത്തിന്റെ വാതിലാക്കും. ഫെയ്ത്ത് ഈസ് ടേക്കിംഗ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഈവൻ വെൻ യു ഡോണ്ട് സീ ദി ഹോൾ സ്റ്റെയർകേസ് എന്ന് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറഞ്ഞിട്ടുണ്ട്. 2, വേദന ദൈവത്തിന്റെ പരിശീലനശാലയാണ്. പെയിൻ ഈസ് ഗോഡ്സ് ക്ലാസ് റൂം. റോമർ 5:3. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ജനിപ്പിക്കുന്നു. ദാവീദ് മരുഭൂമിയിലൂടെ കടന്നുപോയി. അപ്പോഴാണ് അവൻ ദൈവത്തെ കൂടുതൽ അറിഞ്ഞത്. 23-ാം സങ്കീർത്തനം 4-ാം വാക്യം. മരണത്തിന്റെ നിഴലിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. The wound is the place where the light enters you എന്ന് ജ്ഞാനിയായ റൂമി എഴുതി വച്ചിട്ടുണ്ട്. മുറിവുകളിലൂടെയാണ് വെളിച്ചം പ്രവേശിക്കുന്നത്. വേദന നമ്മെ തകർക്കാനല്ല, ദൈവത്തിന്റെ രൂപത്തിലേക്ക് നമ്മെ മാറ്റുവാനാണ്. 3, നഷ്ടം പലപ്പോഴും പുതിയ അനുഗ്രഹത്തിന്റെ തുടക്കമാണ്. എവരി ലോസ് ക്യാൻ ബിക്കം എ ന്യൂ ബിഗിനിങ്. യോബ് എല്ലാം നഷ്ടപ്പെട്ടവനായി, എന്നാൽ ദൈവം അവന് ഇരട്ടിയായി അനുഗ്രഹിച്ചു. രൂത്ത് ഭർത്താവിനെ നഷ്ടപ്പെട്ടു, പക്ഷെ ദൈവം അവളെ യേശുക്രിസ്തുവിന്റെ വംശാവലിയുടെ ഭാഗമാക്കി. എവരി അഡ്വേഴ്സിറ്റി ക്യാരീസ് ദി സ്പീഡ് ഓഫ് അൻ ഈക്വൽ ഓർ ഗ്രേറ്റർ ബെനിഫിറ്റ് എന്ന് നെപ്പോളിയൻ ഹിൽ എഴുതിയിട്ടുണ്ട്. 4, കാത്തിരിപ്പ് ദൈവത്തിന്റെ സമയത്തെ വിശ്വസിക്കലാണ്. വെയിറ്റിംഗ് ഈസ് ട്രസ്റ്റിംഗ് ഗോഡ്സ് ടൈമിംഗ്. സഭാപ്രസംഗി 3:11. അവൻ സകലവും അതത് സമയത്ത് മനോഹരമാക്കിയിരിക്കുന്നു. നമുക്ക് വൈകുന്നതായി തോന്നുന്നത് ദൈവത്തിന് ശരിയായ സമയമാണ്. പേഷ്യൻസ് ഈസ് നോട്ട് ദി എബിലിറ്റി ടു വെയിറ്റ്, ബട്ട് ദി എബിലിറ്റി ടു കീപ് എ ഗുഡ് ആറ്റിറ്റ്യൂഡ് വൈൽ വെയിറ്റിംഗ് എന്ന് ജോയ്സ് മേയർ തന്റെ പ്രസംഗങ്ങളിൽ പറയുന്നുണ്ട്. 5, വിശ്വാസിയുടെ ജീവിതത്തിൽ അവസാന വാക്ക് പരാജയത്തിൻ്റെതല്ല. ഫെയിലുവർ നെവർ ഹാസ് ദി ഫൈനൽ വേർഡ്. ഫിലിപ്പിയർ 1:6. നിങ്ങളിൽ നല്ല പ്രവൃത്തികൾ ആരംഭിച്ചവൻ അതിനെ പൂർത്തിയാക്കും. ക്രൂശ് മനുഷ്യരുടെ കണ്ണിൽ പരാജയമായിരുന്നു, പക്ഷെ ഉയർപ്പ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി. 1 കൊരിന്ത്യർ 15:57. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഈസ് നോട്ട് ഫാറ്റൽ. ഇറ്റ് ഈസ് ദി കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ് എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ തന്റെ പ്രശസ്തമായ പ്രസംഗത്തിൽ പറയുന്നു. ഇത് നമ്മെ ബോധിപ്പിക്കുന്ന ചില ജീവിത പാഠങ്ങളുണ്ട്. 1, സംഭവിച്ചതിനെ കുറിച്ച് വിലപിക്കുന്നതിനേക്കാൾ ദൈവം അതിലൂടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് അന്വേഷിക്കുക. 2, ഓരോ അടഞ്ഞ വാതിലിനും പിന്നിൽ ദൈവം തുറക്കാൻ പോകുന്ന പുതിയ വാതിൽ ഉണ്ടായിരിക്കും. 3, ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ കണ്ണീർ പോലും വെറുതെയാകുകയില്ല. വിശ്വാസം ഭാവിയെ കാണുന്ന കണ്ണല്ല, ദൈവത്തെ കാണുന്ന ഹൃദയമാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ചയോ നഷ്ടമോ നിരാശയോ ഉണ്ടെങ്കിൽ ഓർക്കുക, സംഭവിച്ചതെല്ലാം എനിക്ക് മനസ്സിലാകണമെന്നില്ല, പക്ഷേ അത് ദൈവത്തിന്റെ കരങ്ങളിലാണെങ്കിൽ അതെന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കും. റോമർ 8:28 വാക്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവന്റെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.